നമുക്ക് ചില സ്ത്രീകളുടെ മുഖം കണ്ടാൽ അവർ എത്രമാത്രം സങ്കടങ്ങളിലൂടെയും വിഷാദങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ്. കാരണം ഉള്ളിലുള്ളതിനെ ഏറെക്കുറെ പ്രതിഫലിപ്പിക്കാൻ അതിന് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കൈകളും. കടന്നുപോയ ജീവിതത്തിന് മുഴുവൻ ഭാരങ്ങളും നമ്മുടെ കൈകളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖം മാത്രമല്ല, അവളുടെ കൈകളും പറയുന്നുണ്ട് അവളുടെ കഥ. അപ്പോൾ ഈ 50കൾക്ക് ശേഷം കാലവും ജീവിതവുമൊക്കെ വരച്ചു തീർത്ത നമ്മുടെ കൈകളിലെ ചുളിവുകളുടെ അടയാളങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റണ്ടേ? നഷ്ടപ്പെട്ടു പോയ ആ സോഫ്റ്റായിട്ടുള്ള കൈകൾ നമുക്കൊന്ന് തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രായം കൊണ്ടും നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ടും ചുളിവുകൾ വീണുപോയ നമ്മുടെ കൈകളെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് പഴയ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യമുള്ള നമ്മുടെ കൈകളായിട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് കൈകളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അതിന് ഞാനൊരിക്കലും തെറ്റു പറയുന്നില്ല. കാരണം ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മുഖം തന്നെ സംരക്ഷിക്കാൻ സമയം കിട്ടാത്തവർക്ക് എങ്ങനെയാണ് കൈകൾ സംരക്ഷിക്കാൻ നേരം കിട്ടുക, അല്ലേ? ഇനി നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള മറന്നു പോകരുതാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെയും ജീവിച്ച് തീർത്ത ജീവിതത്തിൻ്റെ അത്രയും ജീവിതം ഇനി നമുക്ക് മുൻപോട്ടുണ്ടാകണമെന്നില്ല. ഇതുവരെയും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചിരിക്കാം. കഷ്ടപ്പെടുകയും സങ്കടപ്പെടുകയും ത്യാഗമനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒന്ന് മാറ്റിവെക്കണം. കാരണം ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയായിട്ട് ജീവിതം ഒരിക്കലും നിങ്ങളെ അടയാളപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഇത് എന്നും എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഇത്തരത്തിലുള്ള ചുളിവുകൾ വീഴുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് കൊളാജിൻ്റെയും ഇലാസ്റ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ കൈകളും ഒക്കെ വളരെയധികം ഡ്രൈ ആവുന്നതിനും ചുളിവുകൾ വീഴാൻ കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾ പോലെ നമ്മുടെ കൈകൾക്ക് സെബേഷ്യസ് ഗ്ലാൻസ് ഇല്ല. അതായത് നാച്ചുറലായിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൈകളിൽ നടക്കുന്നില്ല, അതായത് പാംസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈകൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചുളിവുകൾ വീഴാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത് മെനോപോസ്, ആർത്തവവിരാമം. ആർത്തവവിരാമം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോൺ കുറയുകയും ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെയും ഈർപ്പം നിലനിർത്താനുള്ള കഴിവിനെയും ബാധിക്കുന്നു. പിന്നൊന്ന് സൺ എക്സ്പോഷർ. ഇതും ഒരു ഘടകമാണ്. UV റേസ്, പൊല്യൂഷൻ ഇതൊക്കെയും ചുളിവുകൾ വീഴാൻ കാരണമാകുന്നുണ്ട്. പിന്നൊന്ന് വൈറ്റമിൻസിൻ്റെ കുറവ്. കാൽസ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയ പോഷകാംശങ്ങൾ കുറയുന്നത് സ്കിന്നിനെയും പേശികളെയും ബലഹീനമാക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വീട്ടുജോലികളാണ്. നമ്മൾ പാത്രം കഴുകുന്നു, വീട് വൃത്തിയാക്കുന്നു, ഹാർഷായിട്ടുള്ള ഡിറ്റർജൻറ്റുകളും സോപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ തീവ്രമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കൈകളിൽ ചുളിവുകൾ വീഴാൻ കാരണമാകുന്നുണ്ട്. പിന്നെ ജെനറ്റിക് ഫാക്ടേഴ്സ് ഒരു ഘടകമാണ്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇത്തരത്തിൽ കുറച്ച് അധികമായിട്ട് ചുളിവുകൾ വീണ കൈകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം നമുക്ക് ടൊമാറ്റോ വെച്ചുകൊണ്ട്, തക്കാളി വെച്ചുകൊണ്ട് നമുക്കൊരു സ്ക്രബ് തയ്യാറാക്കാം. ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ഈ സൺടാൻ മൂലമൊക്കെ നമ്മുടെ കൈകളൊക്കെ വല്ലാതെ ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയാം. ഒരു തക്കാളി എടുക്കുക, അത് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു ജ്യൂസാക്കി എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക. നാരങ്ങ നമ്മുടെ സ്കിന്നൊക്കെ ഡൾനെസ് ഒക്കെ മാറാനായിട്ടും സ്കിൻ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആകാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. ഗ്ലിസറിൻ നമുക്കറിയാം ഒരു നാച്ചുറൽ ഹ്യൂമെക്റ്റൻ്റ് ആണ്. ഒരു സ്കിന്നിലൊക്കെ നല്ലൊരു മോയ്സ്ചർ നിലനിർത്താനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുക. പഞ്ചസാര വലിയ തരികൾ ഉള്ളതാണെങ്കിൽ മിക്സിയിലിട്ട് നിങ്ങൾക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കൂടി, അതായത് നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക,
1 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിൽ രണ്ടും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു സ്ക്രബ്ബറാണിത്. നമ്മുടെ കൈകളിലൊക്കെയുള്ള ഡെഡ് സെൽസൊക്കെ പോകുവാനായിട്ടും കൈകൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകാനായിട്ടും ഇത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊന്ന്, അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്ക്രബ്ബ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അരിപ്പൊടി നമുക്കറിയാം ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ, 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക, അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകൾ രണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് നല്ല രീതിയിലൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പാക്കുകൾ ഓരോന്നും നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ഈ സ്ക്രബ്ബർ നല്ല രീതിയിൽ നമ്മുടെ കൈകളുടെ ആ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും സോഫ്റ്റ് ആവാനായിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ 2 സ്ക്രബ്ബറുകളും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കൈകളിലെ അമിതമായിട്ടുള്ള ചുളിവുകൾ മാറുന്നതിനായിട്ട് നമ്മളൊരു പാക്ക് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് എഗ് യോക്കാണ്, മുട്ടയുടെ മഞ്ഞയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു മുട്ടയുടെ മഞ്ഞ എടുക്കുക, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്യുക. മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈകളിലും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ടൈറ്റൻ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട. അപ്പോൾ മുട്ടയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് സ്കിൻ നല്ല ബ്രൈറ്റൻ ആകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഗ്ലിസറിൻ പിന്നെ നമുക്കറിയാമല്ലോ, അത് നല്ല രീതിയിൽ സ്കിന്നിനൊരു മോയ്സ്ചർ നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ ചുളിവുകൾ വീഴാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൈകൾ വളരെയധികം ഡ്രൈ ആയി പോകുന്നതാണ്. അപ്പോൾ ഈ പാക്ക് നമ്മളെ അതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ കൈകളിൽ നല്ലൊരു മോയ്സ്ചർ നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ കൈകളിൽ വീണിട്ടുള്ള അമിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചുളിവുകൾ മാറ്റുവാനും നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകുവാനായിട്ടും ഈ പാക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി എഗ് യോക്ക് എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ, അതിൻ്റെ സ്മെല്ലൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എഗ് വൈറ്റ് വെച്ചിട്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു എഗ് വൈറ്റ് എടുക്കുക, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ലൂക്ക് വാം വാട്ടറിൽ അത് കഴുകിക്കളയാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. കൈകളിലെ ചുളിവുകളൊക്കെ നല്ല രീതിയിലൊന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. 50കൾക്ക് ശേഷം കൈകൾ വല്ലാണ്ട് ചുളിവുകൾ വീഴുന്നു എന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ അതിനെ നല്ല രീതിയിലൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗീ, അതായത് നെയ്യെന്ന് പറയുന്നത്. വളരെയധികം സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ നെയ്യ്. റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ടും നല്ല രീതിയിലൊരു മോയ്സ്ചർ നിലനിർത്താനായിട്ടും ഒക്കെ ഈ നെയ്യ് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഗീ വെച്ചുകൊണ്ടുള്ള ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഗീ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക, അതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന നമ്മുടെ റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. നിങ്ങളുടെ വീട്ടിലുള്ള നാടൻ നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് വാസ്ലിൻ വെച്ചുകൊണ്ടുള്ളതാണ്. അതായത് നമ്മുടെ വാസ്ലിൻ പെട്രോളിയം ജെല്ലിയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. 1 ടീസ്പൂൺ വാസ്ലിൻ എടുക്കുക, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മിക്സ് ചെയ്യാൻ ആവശ്യമായ അത്രയും പാലും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ചൂടായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാസലിൻ ഒന്ന് മെൽറ്റായിട്ട് ചെറു ചൂട് വരും. അതുപോലെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 കൈകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ കൈകളിലുണ്ടാവുന്ന റിങ്കിൾസ് ഒക്കെ മാറുവാനായിട്ടും നിങ്ങളുടെ കൈകളൊക്കെ വല്ലാണ്ട് വരണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിലൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഹോം റെമഡീസാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാം വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ കൈകളിലെ ചുളിവുകൾ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. പിന്നെ നമ്മുടെ കൈകൾക്ക് വേണ്ടി ചെയ്യാവുന്നത് ചെറിയ രീതിയിലുള്ള ഒരു എക്സർസൈസ് കൊടുക്കുക. അതായത് നമ്മുടെ കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഒരു 10 to 15 ടൈംസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ. ഇത് നമ്മുടെ കൈകളിലേക്കൊക്കെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു ബോഡി ലോഷൻ നിങ്ങളുടെ കൈകളിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. വളരെയധികം ഡ്രൈ ആയിട്ടുള്ള റിങ്കിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു ബോഡി ലോഷനാണ് ഇത്, നിവ്യയുടെ. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ബോഡി ലോഷൻ നല്ല രീതിയിലൊക്കെ കൈകളിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. പിറ്റേ ദിവസം നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഈ തരത്തിലുള്ള വാസ്ലിൻ വാങ്ങിച്ചാലും മതി. ഇത് പെട്രോളിയം ജെല്ലിയാണ്. ഇത് നിങ്ങൾക്ക് രാത്രി നിങ്ങളുടെ കൈകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. അത് ഇതും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഓയിലോ, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കൈകളിൽ അപ്ലൈ ചെയ്തിട്ട് വേണം രാത്രിയിൽ കിടന്നുറങ്ങാൻ. അത് നമ്മുടെ കയ്യിലുള്ള ആ റിങ്കിൾസിനെയൊക്കെ കുറയ്ക്കുവാനായിട്ടും ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടും നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പാക്കുകൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു സ്കിന്ന് കിട്ടുന്നതായിരിക്കും. ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ യാതൊരു തരത്തിലുള്ള കെയർ ഒന്നും കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഓരോ ഹോം റെമഡീസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.